നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് നമ്മൾ തുണി കഴുകുമ്പോൾ എല്ലാ തുണികളും കൂടെ ഒരുമിച്ചിട്ട് കഴുകുന്ന ആൾക്കാരായിരിക്കും അല്ലേ കൂടുതലും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളുടെ നല്ല വെള്ള തുണികളിലൊക്കെ മറ്റു തുണികളിൽ നിന്നുള്ള കളറുകളൊക്കെ പിടിച്ച് ഒരു കറയായിട്ട് മാറാറുണ്ട്. വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലും സംഭവിക്കാറുള്ളത്. ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കളറുകൾ നമുക്ക് എങ്ങനെ കളയാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെള്ള വസ്ത്രങ്ങളിൽ പിടിച്ചിരിക്കുന്ന ഈ കളറുകളൊക്കെ കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇതുപോലെയുള്ള കറകളൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വെള്ള മുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കളറ് എങ്ങനെ പെട്ടെന്ന് കളയാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത്. ഈ മുണ്ടിൽ ഈ കറ പറ്റിപ്പിടിച്ചിരുന്നിട്ട് കുറേ നാളായതാണ്, അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാറുമില്ലായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു കറ എങ്ങനെയാണ് കളഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ തന്നെ വെള്ള ഡ്രസ്സിലും അതുപോലെ യൂണിഫോമിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഷിയുടെ കറ എങ്ങനെയാണ് കളയുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ. നമ്മുടെ കുട്ടികളുടെയൊക്കെ യൂണിഫോമിൽ ഇതുപോലെ മഷിക്കറയൊക്കെ ആകാറുണ്ട്. നമ്മൾ സാധാരണ ഇതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റി വയ്ക്കാറാണ് പതിവ്, ഉപയോഗിക്കാതെ. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യേണ്ട. ഇനി നമുക്ക് ഇതുപോലെയുള്ള കറയുള്ള തുണികളൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ കറ കളഞ്ഞെടുക്കാം. ആദ്യമായിട്ട് ഞാനൊരു ബേസിനിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാസ്റ്റിക് സോഡയാണ്. ബേക്കിംഗ് സോഡയല്ല, കാസ്റ്റിക് സോഡ എന്ന് തന്നെ പറഞ്ഞ് വാങ്ങണം. മാർക്കറ്റിലും ഓൺലൈനായിട്ടും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുക, അതുപോലെ മാസ്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൈ ഉപയോഗിച്ചിട്ട് ഈ കാസ്റ്റിക് സോഡ നമ്മൾ എടുക്കുകയൊന്നും ചെയ്യരുത്. അതുപോലെ വെള്ളത്തിലിത് നമ്മൾ ഇട്ടതിന് ശേഷം കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയും ചെയ്യരുത്. അതിനുശേഷം ഞാൻ ഒരു അടപ്പ് സോപ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സോപ്പ് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. വെള്ളത്തിൽ കൈയിട്ട് ഇളക്കരുത്. ഇതുപോലെ എന്തെങ്കിലും പക്കടോ അല്ലെങ്കിൽ ഏതെങ്കിലും മരക്കമ്പുകളോ ഒക്കെ വെച്ച് വേണം നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മുടെ കറയുള്ള മുണ്ട് ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ നേരത്തേന് നമ്മളിങ്ങനെയൊന്ന് മുക്കി വെക്കണം. നല്ല ചൂടുള്ള വെള്ളം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള ക്ലീനിങ്ങിനും സോപ്പ് നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് കാസ്റ്റിക് സോഡ. ഇത് അധികമായിട്ട് നമ്മുടെ കയ്യിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പൊള്ളലിനൊക്കെ കാരണമായേക്കാവുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൈ ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്യരുതെന്ന് പറയുന്നത്. നിങ്ങൾ വീടുകളിൽ ക്ലീനിങ്ങിനോ മറ്റോ കാസ്റ്റിക് സോഡ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഉപയോഗിക്കുക. നമ്മളിപ്പം ഈ മുണ്ട് നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മണിക്കൂർ നേരത്തേക്ക് ഇതിങ്ങനെ മുക്കി വെച്ച് ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. ഒരുപാട് കറയുള്ള വെള്ളത്തുണിയാണെങ്കിൽ കുറച്ചധികം സമയം കൂടി മുക്കി വയ്ക്കുക. ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് വിടുന്ന സമയത്ത് കാണാൻ പറ്റും ഇതിലുള്ള കളറൊക്കെ ഇളകി പോകുന്നത്. ഇത് കണ്ടോ, റെഡ് കളറിൽ ആ നേരത്തെ മുണ്ടിൽ പിടിച്ചിരുന്ന കളറാണ് ഇതിലേക്ക് ഇളകി വരുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ മുണ്ട് മുക്കി വെക്കുന്ന സമയത്ത് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പം കുറച്ചും കൂടെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മുണ്ട് നന്നായിട്ടൊന്ന് മുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ തുണിയിൽ ഇതുപോലെയുള്ള കളറുകളൊക്കെയാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ കാസ്റ്റിക് സോഡ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ആ കളറ് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റും. തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന തുരുമ്പ് കറ ഒക്കെയുള്ള മുണ്ടുകളോ തുണികളോ ഒക്കെ ഉണ്ടെങ്കിൽ തുരുമ്പൊന്നും ഈ കാസ്റ്റിക് സോഡ നീക്കം ചെയ്യില്ല. നമ്മളൊക്കെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന മിക്ക ഡിറ്റർജൻറ്റുകളിലും ഇതുപോലെ കാസ്റ്റിക് സോഡ അടങ്ങിയിട്ടുള്ളതാണ്. കാസ്റ്റിക് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. അതുപോലെ പെയിൻ്റൊക്കെ നീക്കം ചെയ്യാനായിട്ടും കാസ്റ്റിക് സോഡ ഉപയോഗിക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മുണ്ട് നല്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കറയെല്ലാം ആ കളർ പിടിച്ച ഭാഗമെല്ലാം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളത്തിലിട്ട് നന്നായി തന്നെ വാഷ് ചെയ്തെടുക്കണം. നല്ല വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നമ്മൾ കൈ ഉപയോഗിക്കരുത്. സാധാരണ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കമ്പോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പക്കടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. കൈ ഉപയോഗിക്കാതെ തന്നെ നമ്മളിത് നല്ല വെള്ളത്തിലേക്കിട്ട് 2-3 തവണ കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ കൈ ഉപയോഗിച്ചിട്ട് കഴുകാവൂ. എത്ര കട്ടിയുള്ള കറയോ അല്ലെങ്കിൽ എത്ര കട്ടിയുള്ള കളറുകളോ ആണെങ്കിലും ഈ കാസ്റ്റിക് സോഡ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിനി മുണ്ട് മുക്കിയ ബാലൻസ് ഉള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് ഞാനൊരു വൈറ്റ് ടീഷർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലും കുറച്ചധികം കറകളും അതുപോലെ ഒരുപാട് മങ്ങിയ ഒരു ടീഷർട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഹാർഡ് വാട്ടറിലാണ് നമ്മൾ വാഷ് ചെയ്യുന്നതും ഒക്കെ. നോർത്ത് ഭാഗത്തേക്കൊക്കെ ഹാർഡ് വാട്ടറാണ്. അതുകൊണ്ട് നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ വെളുപ്പിച്ചെടുക്കുന്നത് പോലെ അത്ര നല്ല തൂവെള്ളയായി കിട്ടില്ല ഡ്രസ്സുകളൊന്നും. കുറച്ച് ദിവസം നന്നായിട്ട് വെള്ളയായിട്ടിരുന്നാലും നമ്മൾ സ്ഥിരമായിട്ട് ഈ ഹാർഡ് വാട്ടർ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു
ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഒരു റെഡ് കളറോ ഒക്കെ ആയി മാറാറുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തോർത്തുമുണ്ട് കുട്ടികളുടെ, അതും ഈ വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് നല്ലപോലെ മുക്കി വയ്ക്കാം. ഇതുപോലെ തന്നെ ഒരു 10-25 മിനിറ്റ് നേരം നമ്മളിങ്ങനെ മുക്കി വെച്ചാൽ മതിയാവും. ഇനി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മുണ്ട് നന്നായി തന്നെ വാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2-3 തവണ വെള്ളം മാറ്റി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇതുപോലെ ചെറിയ രീതിയിൽ പതയൊക്കെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ സോപ്പ് പൊടിയും കാസ്റ്റിക് സോഡയൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ്. നല്ല സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ പൊള്ളലേൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം ഇങ്ങനെ വാഷ് ചെയ്യാനാണെങ്കിൽ പോലും ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്ക് നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് ഒന്നുകൂടി വേണമെങ്കിൽ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സാധാരണ വെയിലിൽ ഉണങ്ങിയെടുക്കാവുന്നതാണ്. ഞാനിപ്പം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കുറച്ചുകൂടി സോപ്പ് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വിരിച്ചിടാം. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു കറ പോലും ഇല്ല. ആ കളറിൻ്റെ നിറമെല്ലാം നന്നായി തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മുണ്ട് വെളുത്തും കിട്ടിയിട്ടുണ്ട്. ആദ്യം കണ്ട ആ ഒരു മഞ്ഞ കളറിലുള്ള മുണ്ടല്ല, ഇപ്പം നല്ല പോലെ തന്നെ തൂവെള്ളയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതുപോലെ കളർ പിടിച്ച മുണ്ടൊക്കെ നമുക്ക് നല്ല തൂവെള്ളയാക്കിയെടുക്കാം. പുതിയ മുണ്ട് പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കളർ പിടിച്ച മുണ്ടുകളോ അല്ലെങ്കിൽ വെള്ള തുണികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ലപോലെ തന്നെ വൃത്തിയായി കിട്ടുകയും ചെയ്യും. ഉപയോഗിക്കുമ്പം കുറച്ച് കെയർഫുള്ളായി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഈ ഒരു കാസ്റ്റിക് സോഡ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇത് എടുത്ത് വെക്കുന്ന സമയത്തും നല്ല പ്ലാസ്റ്റിക് ബോട്ടിലിലിട്ട് അടച്ച് കുട്ടികൾക്കൊന്നും കയ്യെത്താത്ത ഭാഗത്ത് തന്നെ വെക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, ഒട്ടും തന്നെ കറയോ അല്ലെങ്കിൽ കളറോ ഒന്നും നമ്മുടെ ഈ ഒരു മുണ്ടിലില്ല. നല്ല വൃത്തിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.